എന്തായാലും ഈ സുമതിവള് സിനിമ കാണാൻ ഒത്തിരി ആളുകളുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ ഒത്തിരി ആളുകൾ ഈ സിനിമയെക്കുറിച്ച് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ഈ സുമതിവളിനെ കുറിച്ച് ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടായപ്പോൾ ഈ സിനിമ വരുമ്പോഴാണ് നമ്മൾ ഭയപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ടാവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടോ സ്ക്രിപ്റ്റിന്റെ സമയത്ത്? ഞങ്ങളോട് സത്യം പറഞ്ഞ ഫുൾ കഥ മാത്രം പറഞ്ഞു. ആർക്കും ഫുൾ സ്ക്രിപ്റ്റ് അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. ചോദിച്ചു എനിക്ക് ഷൂട്ടിന്റെ ഒരു കുറച്ച് ദിവസം മുന്നേ എനിക്ക് പറഞ്ഞു. പിന്നെ പറഞ്ഞ കഥ അല്ല, എല്ലാരോടും പറഞ്ഞ കഥ വേറെ വേറെയാ അല്ലേ? ഒറ്റ കഥ പറഞ്ഞിട്ടില്ല. ഒരു സസ്പെൻസ് ആണ് ഞങ്ങളും വെയിറ്റിംഗ് ആണ് പടം കാണാൻ. ഇതിൽ 5 പാട്ടുകൾ പറഞ്ഞല്ലോ. 5 പാട്ടുകൾ വളരെ പ്രാധാന്യത്തോടുള്ള പാട്ടുകളാണ്. ഈ പാട്ടുകളെല്ലാം എല്ലാ പാട്ടുകളും നിങ്ങൾ ആരൊക്കെയാണ്? നമ്മളൊരു ഡാൻസിന്റെ എല്ലാ പാട്ടുകളും ഉള്ളത് ആരൊക്കെയാണ്? എല്ലാ പാട്ടും അർജുൻ ചേട്ടൻ മാത്രം. അപ്പൊ അർജുനാണ്, ബാലുചേട്ടനും ഇല്ല, അർജുൻ ചേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ പാട്ടും. എല്ലാ പാട്ടിലും അർജുനാണ് എല്ലാ പാട്ടുകളും അല്ലേ? നിങ്ങൾ ഓരോ പാട്ടിന്റെ ഒക്കെ ഭാഗമായിട്ടില്ല? ഞങ്ങള് 2 പാട്ട്. നമ്മള് 2 പാട്ടിന്റെ ഭാഗം. ഇവര് 2. നിങ്ങൾ 3. 2. ശരി. അപ്പൊ ഞാൻ ഭാഗമായിട്ടില്ല. പാട്ടിന്റെ ഭാഗമായിട്ടില്ല. അതെന്താണ്? 3 ക്യാരക്ടറിന് അങ്ങനെ 3 ഉറപ്പിച്ചോ? 3 മുതൽ ചെറുതായിട്ടേ ഉള്ളൂ. ഏതായത്? 3ാമത്തെ പാട്ട് ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണൂല. ബാക്കിലൊക്കെ നിങ്ങൾ കാണൂല. കാണില്ല. പ്രേതമായിട്ട് ബാക്കിൽ. അപ്പൊ ഞാനുണ്ട് 3-ല്. എനിക്ക് ഉറപ്പില്ല. ഇതൊക്കെ കളഞ്ഞാല് 2 പാട്ടിലുണ്ട്. അത് ഏത് രൂപത്തിലാണ് നമ്മൾ കാണാൻ പറ്റും കണ്ടുപിടിക്കാം. സിനിമയിൽ പോയി കാണുമ്പോൾ കണ്ടുപിടിച്ചിട്ട് ഒരു പാട്ടില് ഞങ്ങൾ പ്രേതമായിരുന്നു. ഞങ്ങൾ 2 ഈ നമ്മുടെ പണി സിനിമയ്ക്ക് ശേഷമാണ് ജോബി ഈ സിനിമയ്ക്ക് ബോബിയൊക്കെ ഇതിനകത്ത് ജോലി. അദ്ദേഹത്തിന്റെ നമ്മളെ പണി സിനിമ കണ്ടവരായിരിക്കും എല്ലാവരും. ഒരു വില്ലനായിരുന്നു. ഇതിൽ വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അല്ല, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ബോബി ചേട്ടനുമായിട്ട്. നല്ല ഇവൾക്കുണ്ട്. ഇവൾക്ക് വലിയ സീനാ, ചീത്തൊക്കെ പറയുന്നുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ വീഡിയോസ് അവിടെ വന്നായിരുന്നു. നിങ്ങളെ കണ്ടില്ലായിരുന്നു ഇവരെല്ലാവരുള്ള വീഡിയോസ്. ആ സമയത്ത് നല്ല പാട്ടുപാടി എൻജോയ് ചെയ്യുന്നതും അങ്ങനെ കുറേ വീഡിയോ, ലൊക്കേഷനിൽ കുറേ വീഡിയോകളും. എനിക്കൊന്ന് അർജുനൊക്കെ ഇട്ടിരുന്ന വീഡിയോ ആണ്. ഈ ബോബിയൊക്കെ പാട്ടുകൾ, പഴയ ലാലേട്ടൻ്റെ സിനിമയുടെ പാട്ടുകളൊക്കെ പാടി. അങ്ങനെ ഒരു മൂഡ് നിങ്ങൾ ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ നൈറ്റ് ഷൂട്ടൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. ഹൊറർ കഥ പറയും. നമ്മുടെ സിദ്ധാർത്ഥേട്ടനും ബാലുചേട്ടനും ഞങ്ങളെ പേടിപ്പിക്കായിരുന്നു. അതായത് 6 to 6 ആയിരുന്നു ആ ഷൂട്ട്. അപ്പം അതിന് തൊട്ടടുത്തൊരു കല്ലറുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കും. ഇപ്പം വരും നോക്കിക്കോന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഷൂട്ട് സ്ഥലത്തും അങ്ങനെ ഒരു കല്ലറുണ്ട്. ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു കല്ലറ പോലൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞിട്ട് ഞങ്ങളെ പേടിപ്പിക്കായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ചെയ്ത സീനുകളുണ്ടല്ലോ, സീൻ അത് പുറത്ത് പറയാൻ പറ്റാതാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു സീൻ ഓർത്തെടുക്കാൻ പറയാതായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഇന്റർവെലിന് ശേഷം ഒരു സീൻ ഉണ്ട്. അർജുൻ ചേട്ടനോട് ആ സീനാണ് പറയാൻ പറ്റില്ല. കണ്ട് ചെയ്തതൊക്കെ ഇഷ്ടപ്പെട്ടു. ചെയ്തൊക്കെ ഇഷ്ടം. പക്ഷെ അതൊരു വലിയ സീനാണ്. അതുകൊണ്ടാ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അത് ചോദിക്കുന്നത് പിന്നെ പറയണില്ല എന്ന് പറയുന്നില്ല. അപ്പുറത്തേക്ക് ഞാൻ കണ്ണിലൊരു ഫീല്, എന്തോ കരയുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. അത്തരം ഒരു സീനുകളായിരിക്കും ഞാൻ ചിന്തിക്കുന്നു. അല്ല, അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടൊന്ന് മേടിക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും പറ്റാന്ന് പറഞ്ഞാൽ അത് സിനിമ കണ്ടിട്ട് പറയാം. ഇവിടെ ഒരു സീൻ ഉണ്ട്. ഇവിടെ എനിക്കൊന്നും ഇവിടെ പ്രണയം തന്നെയായിരിക്കും. 2-3 പ്രണയമല്ല, 2-3 സീനുണ്ട്. ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒരു വെറൈറ്റി ആണ്. നല്ല വെറൈറ്റി ആണ്. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു ദേഷ്യപ്പെടുന്ന ഒരു സീനുണ്ട്. അതാണ് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല. അവിടെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഞാൻ ദേഷ്യപ്പെട്ടു. അതറിയില്ല, കട്ട് ചെയ്തോ അറിയില്ല. ഡയറക്ടറിനടുത്ത് ഇന്ന് ഇറങ്ങുമ്പോൾ പറയുകയും ചെയ്തു. ഡയറക്ടറോട് ഇരിക്കട്ടെ ചോദിക്കാം. അത് കട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ആ സീൻ കട്ട് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കട്ട് ചെയ്യാൻ പറ്റില്ല. ആ സീൻ കട്ട് ചെയ്തു. നമ്മൾ അഭിനയിച്ചിട്ട് വേണ്ടി എന്തൊക്കെയാ ട്രിം ചെയ്യുമ്പോൾ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലാത്ത കുറേ ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത് കട്ട് ചെയ്യില്ല പോകുന്നത്. ഇത് കട്ടിയില്ലാന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇത് സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു ദേഷ്യപ്പെടലായിരുന്നു. അതെ, അല്ലേ? ആരോടാന്ന് പറയണ്ട, പറയാൻ പറ്റും ആരോടാണ്. അതെനിക്കറിയില്ല. പറഞ്ഞു ഓൾറെഡി തുടക്കത്തിൽ. ആ ഏ? ആ പക്ഷെ ദേഷ്യപ്പെടുന്ന വേറെ ആളോടെ അല്ലേ? ആ ചെറുതായിട്ട് പറഞ്ഞു. ആദ്യം ഒന്ന് പറഞ്ഞ അദ്ദേഹത്തോട് തന്നെയാണ് ദേഷ്യം. ചെറുതായിട്ട് 2-3 ആളുണ്ട്. 2-3 ആളുണ്ട്. പക്ഷെ എല്ലാവരോടും ദേഷ്യപ്പെടലായിരുന്നോ? ഷൂട്ടിലും ദേഷ്യമായിരുന്നോ? അല്ല അല്ല, ഭയങ്കര ഫണ്ണായിരുന്നു. അതല്ലേ, സീനിൽ വരുമ്പോൾ മാത്രമേ ദേഷ്യപ്പെടുള്ളൂ. അല്ല, ആ ഒരു സീൻ ആ സീനിന് വേണ്ടി അല്ലേ, ക്യാരക്ടറിന് വേണ്ടി നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട്. അതൊന്നൊന്നര ദേഷ്യപ്പെടില്ല, അല്ലെങ്കിൽ ഇതിപ്പോ പറയില്ല ഉറപ്പായിട്ട്. അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ അതായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത് സാധനം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സീൻ ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഇത് ദേഷ്യപ്പെടൽ വേറെ രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഒരാളോട് ഒരു കൗണ്ടർ പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നത് അതെന്തായാലും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡാൻസ് ആണ്. കാരണം ഫസ്റ്റ് മൂവിയിൽ എനിക്ക് മാത്രം ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. ആ ഒരു വിഷമം ഈ മൂവിയിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റി. ഡാൻസ് ചെയ്യാം, അതാണ് ഏറ്റവും ഇവിടെ എൻജോയ് ചെയ്തതായിരിക്കും. എനിക്ക് ആ ഡാൻസ് കളിക്കാൻ പറ്റാത്തതിലുള്ള വിഷമമാണ്. എപ്പോഴും ഡാൻസ് എനിക്ക് ഡാൻസ് ഇല്ല. എപ്പോഴും ഡാൻസ് ആ വിഷമം ഞാൻ പ്രൊമോഷൻസിന് ഡാൻസ് കളിച്ച് തീർക്കുന്നുണ്ട്. എവിടെ പോയാലും ഏത് ക്യാമ്പസിൽ പോയാലും ഡാൻസ് ചെയ്താണ് നടത്തോണ്ടിരിക്കുന്നത്. അതങ്ങനെയാ വിഷമം തീർക്കുന്നത്. അങ്ങനെ വിഷമം ഇവിടെയോ? എനിക്കും ഡാൻസ്, കാരണം ഒരു സിനിമയിൽ ഒരു സോങ്ങിൽ ഇത്രയും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അത് ഭയങ്കര വൈബായിരുന്നു ആ സോങ്. പിന്നെ ഷൂട്ടിന്റെ സമയത്ത് നല്ല നല്ല വൈബ്, നല്ല രസമായിരുന്നു. ഇവിടെ ചെയ്യാൻ പറ്റാത്തതല്ലേ? എൻജോയ് എൻജോയ് ചെയ്തു. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റാത്തതിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു ആക്ച്വലി. കാരണം ഞാൻ വന്നപ്പോൾ ഇവരൊക്കെ എന്നോട് ഡയറക്ടറൊക്കെ പറഞ്ഞു നിനക്കത് മിസ്സായി, നല്ല പാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ സാരി കൊടുക്കുക, ഇതിലൊരു ടീച്ചറായിട്ടുള്ളൊരു ക്യാരക്ടർ, അപ്പോൾ എനിക്ക് അതൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. ഡാൻസ് ചെയ്യാത്തതിന് സങ്കടമുള്ളവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. 2 ഡാൻസേഴ്സിന് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല, അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇവിടെയാണെങ്കിൽ ആദ്യം ശില്പിക്കാൻ പറ്റില്ല, ഇതിൽ ഡാൻസ് ചെയ്യാൻ. അല്ല, ആ സീനായിരുന്നു ഫസ്റ്റ് എടുത്തിരുന്നത്. ആ സീനാണ്. ഡാൻസ് പോർഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കൃത്യമായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഫലിപ്പിച്ചിട്ടുണ്ട്. ഇനി പ്രഷർ മൊത്തം സിനിമയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാം. ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ റൂമിലേക്ക് സംഭവിക്കുന്നത്, ആ സമയത്തൊക്കെ ഡാൻസ് റീലുകളൊക്കെ ചെയ്യാറ്? ഇല്ല, ഞങ്ങൾ യൂനോ കളിക്കായിരുന്നു. ഞങ്ങൾ യൂനോ ഫുൾ ടൈം യൂനോ ലുഡോ. അല്ലേ? ഒരു റീൽ എടുത്തിട്ട് ഒരു റീൽ നിങ്ങളുടെ റീലൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ? ഇല്ല, അത് പോസ്റ്റ് ചെയ്തു. ഞാൻ വെറുതെ ഓർമ്മയ്ക്ക് മെമ്മറിക്ക് വേണ്ടി ഇങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ? ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ അനൗൺസ്മെന്റ് തന്നെ രണ്ടുപേരും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. താങ്കളെ വിളിച്ചിട്ട് തന്നെ വലിയ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. നമ്മൾ മലയാള പ്രേക്ഷകരിലേക്ക് ഒരാൾ വരുന്നു എന്നുള്ള അനൗൺസ്മെന്റ് എനിക്ക് തോന്നുന്നുണ്ട് അഭിലാഷ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം JP പറഞ്ഞ വേറെ രീതിക്ക് ഞാൻ ഇങ്ങനെ സുമതി വളയന്റെ കഥകൾ കേട്ട ഒരു മനുഷ്യനാണെന്ന് അന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഈ സുമതി വളയന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടോ ഒറ്റയ്ക്ക് വീട്ടിൽ? സുമതി വള ഒറിജിനൽ സുമതി വള പറഞ്ഞിട്ടില്ല. എനിക്ക് പ്രേതം കുറച്ച് പേടിയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ അധികം എന്റർടൈൻ ചെയ്യാറില്ല. ഒന്നും ഹൊറർ ഇല്ല, സംസാരിച്ചിട്ടില്ല. ഷൂട്ടിംഗ് സമയത്ത് വന്നിരുന്നോ? വരാറുണ്ടായിരുന്നു, എന്റെ ഷൂട്ടിലൊക്കെ വരാറുണ്ട്. വന്നിട്ട് ഞങ്ങൾ എല്ലാരും ഒരുമിച്ചായി യൂനോ കളിച്ചോണ്ടിരുന്നു. ചേട്ടനുണ്ടാവാറുണ്ട് നമ്മുടെ കൂടെ. എന്തായാലും ഒരു സിനിമയ്ക്ക് വേണ്ട കഥാപാത്രങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട് അല്ലേ? ഇവിടെ ടീച്ചറാന്ന് പറഞ്ഞു, ഇവിടുത്തെ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞിട്ടില്ല. പണിയൊന്നുമില്ല. ഞാൻ അവിടുത്തെ ഒരു ജോത്സ്യന്റെ മകള്. ജോത്സ്യനാണ് അപ്പൊ എല്ലാരും വേദിപ്പിക്കണം. ഏറെക്കുറെ അതെ, ജോത്സ്യന്റെ ഇതാണല്ലോ, പൈസ മേടിക്കുക. ജോത്സ്യന്റെ മകളായിട്ടാണ്. വലിയ പണി, പ്രത്യേകിച്ച് പണിയൊന്നും ഇവിടെ. ഒരു തമിഴ് ലേഡി. തമിഴ് ലേഡി. അപ്പൊ മേക്കപ്പ് ഒക്കെ മൊത്തം മാറ്റിയിട്ടുണ്ടല്ലോ? മൊത്തം മാറ്റിയിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മേക്കപ്പ് ഇട്ടത് ഇതിനായിരിക്കും. ഫുൾ ആ രീതിക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാണ് ക്യാരക്ടർ? ഞാൻ ഗൂഗിൾ ചേട്ടന്റെ വൈഫായിട്ടാ, കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ. എന്നെ ലുക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. കാര്യം ജീവിതത്തിൽ ഇല്ലാത്ത സാധനം, ജീവിതത്തിൽ ഇല്ലാതെ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞ സാധനം ഇല്ലാന്നാ പറഞ്ഞത്. കുറച്ച് ഇല്ല, എന്നാ ഇതില് ഇതില് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള. ആ സീനുകളിലാണ് നിങ്ങൾ വഴക്കുണ്ടാക്കിയെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാടാ. നല്ല ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി രണ്ടുപേരെയാണ് നമുക്ക് കിട്ടാവുള്ളത്. സിനിമ കഴിഞ്ഞ് നമ്മൾ തീരുമാനിക്കും. ഒരാളെ നമുക്ക് എന്തായാലും കിട്ടി, ഹസ്ബൻഡിന്റെ അടുത്ത് തന്നെയാണ് വഴക്കുണ്ടാക്കിയത് സിനിമയില്. എടുത്തു പറഞ്ഞു വേറെ അതെങ്ങനെ കിട്ടിയെന്ന്. ഇനി സിനിമ കണ്ട് ബാക്കി ആരാന്ന് പറയാം. ഈ ബാലു അച്ചു എന്നാ ഞാൻ വിളിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാം. ഞങ്ങൾ ചെറുപ്പം തൊട്ട്
എടുത്തുകൊണ്ട് നടന്നുകൊണ്ടാണ് ഞാൻ അച്ചു എന്ന് പെട്ടെന്ന് പറഞ്ഞത്. ബാലു അച്ചു വ്യത്യസ്തമായ 2 കഥാപാത്രങ്ങളാണോ അതോ ഇവർ ഒരുമിച്ചുള്ള കഥാപാത്രങ്ങളാണോ? ഇവരൊപ്പാണ്. പറഞ്ഞ പോലെ ഇവരൊരു ഫ്രണ്ട്സ്, ഇവരെപ്പോഴും ഒപ്പാണ്. അല്ലാതെ ചിലപ്പോൾ ഉണ്ടാവാത്ത ചിലപ്പോൾ ഞങ്ങളുള്ള ഏതെങ്കിലും സീനിലാവും. അല്ലെങ്കിൽ ഇവരൊപ്പം എപ്പോഴും ഒപ്പമുള്ള ഒരു ഗ്യാങ് ആണ് ഇവര്. ഇപ്പൊ മൊത്തം കഥ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു. ഇല്ല, നമ്മൾ ഇതൊക്കെ പാട്ടിലുള്ളതാ. അത് മാത്രമേ നമ്മൾ പറയുന്നത്. വേറെ കഥയിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ഈ പഴയ കാലഘട്ടമാണല്ലോ ഈ സിനിമ വരുന്നത്. നമ്മൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആ കാലഘട്ടം ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? എനിക്കൊട്ടും അറിയില്ല. ജനിച്ചിട്ടേ ഇല്ല. ഇല്ല, ജനിച്ചിട്ടില്ല. ജനിച്ചിട്ടില്ല. ജനിച്ച ആരാളെ ഇവരുടെ ജനിച്ചു. ഞാൻ ചെറുതായിരിക്കും. അല്ല ഈ സിനിമ സിനിമ നടക്കുന്ന സമയം ജനിച്ചിട്ടില്ല. ഐ മീൻ ഇത് മണിച്ചിത്രത്താഴ് ഇറങ്ങിയ വർഷം ആ ഒരു സമയത്ത് കുഞ്ഞായിരിക്കും. ആ ഒരു പീരീഡിലാണ് നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ ജനിച്ചിട്ടാ, പിന്നെയാണ് ജനിച്ചത്. എവിടെയൊക്കെ ഉറക്കിയ അതെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആ കാലഘട്ടമാണ്. നമുക്ക് ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് വലിയ പഠിപ്പൊന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. ഈ സിനിമയിലേക്ക് ആ കാലഘട്ടത്തെ കുറിച്ച് ആരോടെങ്കിലും ചോദിച്ച്, സ്ക്രിപ്റ്റ് അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി? ഇല്ല, നമ്മൾ കുറെ മൂവീസ് കാണുന്നില്ലേ, അപ്പൊ അതിൽ തന്നെ നമുക്ക് ഏകദേശം ഇപ്പൊ എല്ലാവരും അങ്ങനെ കണ്ടിട്ടാണല്ലോ. ഇപ്പൊ ആ കാലഘട്ടത്തിലുള്ളവരും കുറെയൊക്കെ ഇങ്ങനെ മൂവീസ് കണ്ട് ഫോട്ടോസ് കണ്ടിട്ടല്ലേ. അപ്പൊ എനിക്ക് അങ്ങനെ അതിനായിട്ടൊരു പ്രിപ്പറേഷൻ വേണ്ടി വന്നിട്ടില്ല. നമ്മുടെ കോസ്റ്റ്യൂമിന് ഒരു ചേഞ്ച് ഉണ്ടാവും. ഉണ്ട്. എനിക്ക് ലൂസാ, ഒരാളും കൂടി കയറാവുന്നത്ര ലൂസിൽ എനിക്ക് തന്നിരുന്നൊക്കെ. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട് ആ കാലഘട്ടത്തിൽ. ഒറ്റ കാലഘട്ടം തന്നെ അല്ല കാണിക്കുന്നുള്ളൂ, ആ കാലഘട്ടത്തിൽ തന്നെ. അപ്പൊ നമ്മുടെ യാത്ര മൊത്തം ഈ പറഞ്ഞ കോസ്റ്റ്യൂമൊക്കെ അത് തന്നെയാണ് ഫുള്ള് പോകുന്നത്. നമുക്കൊന്ന് അതിൽ നിന്ന് മാറുമ്പോഴാണ് നമുക്കൊന്ന് ഒരു ആശ്വാസമാവുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടം ഇങ്ങനെ സാരി പണ്ടത്തെ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. കമ്മൽ, മാല എല്ലാം അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ എല്ലാം ഞാൻ എൻജോയ് ചെയ്തു. എല്ലാവരും അങ്ങനെ. അതെ, മുത്തുമാല പണ്ടത്തെ, അതൊന്നും നമ്മളിപ്പോ വലിയ ജിമിക്കി, കൊടയിൽ തന്നെ പ്രത്യേകതയുണ്ട്. ഉണ്ട്. പണ്ട് ബാഗിൽ വെക്കാം, ഇപ്പൊ ബാഗിൽ വെക്കാതെ, ബാഗിൽ വെച്ചാൽ പോലും കാണാത്ത കൊട. വലിയ നീളമുണ്ട്, ഇത്ര ഉണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.